ഹലോ ഗൈസ്, ബ്ലോസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീട് നമ്മുടെ പട്ടായിലുള്ള അണ്ടർ വാട്ടർ വേൾഡ് അക്വേറിയത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് അഡൽസിന് 500 തായ് ബാത്തും കുട്ടികൾക്ക് 300 തായ് ബാത്തുമാണ്. ഈ 500 തായ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 1200 രൂപയാവും. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു മാപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകം കയറുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു കിടിലെ ഒരു ആംബിയൻസിലാണ് അവർ അവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ മീനുകളെ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ സീ ടേർട്ടലിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പട്ടായിലുള്ള ഈ അണ്ടർ വാട്ടർ വേൾഡ് അക്വേറിയത്തിൻ്റെ അകത്ത് ഏതാണ്ട് 5000-ഓളം അക്വാട്ടിക് അനിമൽസ് ഇതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതിൻ്റെ എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്കിവിടെ വരാവുന്നതാണ്. ഈ കാണുന്നത് നമുക്ക് ഫിഷിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫീഡ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേക ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനൊക്കെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ നിന്ന് ഫിഷിനൊക്കെ ലൈവായിട്ട് നമുക്ക് തന്നെ ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കോയി കാർപ്പ് ഫിഷിനെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കിടിലം ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് പൈത്തനത്തൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരു സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്ന സമയത്ത് അത് അവൈലബിൾ അല്ലായിരുന്നു. പൈത്തനായിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 100 തായ് ബാത്താണ്. അത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി 232 രൂപയാവും. നമുക്കത് മൊബൈലിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. ഫാമിലി ആയിട്ടാണെങ്കിൽ 200 തായ് ബാത്താണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ആ ഒരു അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഒക്കെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ ഫീലാണുള്ളത്. നമുക്ക് 2 സൈഡിൽ മീനുകളെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ പട്ടായിലുള്ള ഈ അണ്ടർ വാട്ടർ അക്വേറിയം വന്നിട്ട് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ചുറ്റി കാണാനുള്ള വിധത്തിലാണ് അവർ ഇതിൻ്റെ അകം അവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫൈൻഡിങ് നിമോയിലുള്ള ആ ഒരു മീന്, നമ്മുടെ ക്ലൗൺ ഫിഷിനൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. ഇതിൻ്റെ അകമൊക്കെ അവർ കിടില രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കിടിലൻ ഫീൽ കിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്കിവിടെ ഈ ടണൽ അക്വേറിയം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ടണൽ അക്വേറിയത്തിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് മേളിലൂടെ സൈഡിലൂടെയൊക്കെ വലിയ കുറേ മീനുകൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് തൊട്ടടുത്തുനിന്ന് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാർക്കിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സെക്ഷനിലുള്ളത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് രീതിയിൽ അവർ ചെയ്തേക്കുന്ന ഒരു സെക്ഷനിലാണ്. ഇവിടെ നമുക്ക് ഈ അക്വേറിയം ബേസ് ചെയ്തിട്ടുള്ള കുറേ സോവനിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. വേണമെങ്കിൽ വാങ്ങിക്കാൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വേറൊരു ഫിഷ് ടാങ്ക് പോലത്തെ രീതി കാണാം. അതിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് അണ്ടർ വാട്ടർ ടണലിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് നമുക്ക് ഷാർക്ക് അങ്ങനത്തെ ഐറ്റംസാണ് ഈ ഒരു ടണലിലുള്ളത്. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഷാർക്കിനൊക്കെ ഫീഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്. അതിന് പ്രത്യേക ടൈമിങ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് രാവിലെ 11 മണിക്കും പിന്നെ വൈകുന്നേരം 4 മണിക്കുമാണ് ഇവരവിടെ ഷാർക്കിന് ഫീഡ് ചെയ്യുന്നത്. ഷാർക്കിൻ്റെ ഒക്കെ അടുത്തോടെ തന്നെ ഒരു 2 ആളുടെ സൈസുള്ള ഒരു വലിയ മീനൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നല്ലൊരു കിടില ഫീലായിരുന്നു. നമുക്കിതൊക്കെ തൊട്ടടുത്ത് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇനി പട്ടായിലുള്ള അണ്ടർ വാട്ടർ അക്വേറിയത്തിൻ്റെ അവിടെ എത്താനുള്ള ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാവുന്നതാണ്.
ഇത് വന്നിട്ട് യഥാർത്ഥ ഒരു വലിയൊരു സ്പൈഡർ ക്രാബ് എന്ന് പറഞ്ഞൊരു യഥാർത്ഥ ഒരു ക്രാബിൻ്റെ ആ ഒരു സ്കെൽട്ടൺ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിപ്പോൾ കണ്ടത്. അതേ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ കുറേ നല്ല അക്വാട്ടിക് ഫിഷസിൻ്റെ നമുക്ക് കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരും. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ വേറെ കുറേ സ്പീഷീസിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് തവള, ചെറിയ പാമ്പ്, ലിസാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. ഇങ്ങനെ ഐസ്ക്രീംസും കോഫിയും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഫറ്റീരിയ ഉണ്ട്. നമുക്കിവിടേക്ക് ഇരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും കുറേ സോവിനിയേഴ്സും കാര്യങ്ങളും പറ്റിയ കുറേ നല്ലൊരു ഷോപ്പ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെ കംപ്ലീറ്റ് അവർ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള വിധത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സൗവനിയറെങ്കിലും വാങ്ങിക്കാനുള്ള വിധത്തിലാണ് അവർ കംപ്ലീറ്റ് അവർ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പട്ടായിൽ വരികയാണെങ്കിൽ അണ്ടർ വാട്ടർ വേൾഡ് അക്വേറിയത്തിനും കൂടെ വരാൻ ട്രൈ ചെയ്യുക. നല്ല കിടില സ്പോട്ടാണ്. പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടില സ്പോട്ടാണ് ഈ അണ്ടർ വാട്ടർ വേൾഡ് പട്ടായിലുള്ളത്. 5000-ൽ കൂടുതൽ അക്വാട്ടിക് അനിമൽസൊക്കെ ലൈവായിട്ട് കാണാൻ തന്നെ നല്ലൊരു കിടില ഫീലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.